ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയ ദിവസമാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് പോയത്. അപ്പോൾ ഇത് മാവേലി സ്റ്റോറാണ് കേട്ടോ, അതായത് കാട്ടിക്കുളം. ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു വ്യക്തിയല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ റേഷൻ കാർഡ് വെച്ചാൽ സബ്സിഡിയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടത്തേക്കല്ല ഞാൻ ശരിക്കും വന്നത്, ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ ആളുകളൊക്കെ അങ്ങനെ കൂടി നിന്ന് കണ്ടപ്പോൾ ഞാനിവിടെ കയറി. ഇവിടെ ഞാൻ മുമ്പൊക്കെ വന്ന സമയത്തൊന്നും ഈ റാക്കിൽ ഇങ്ങനെ സാധനം ഫില്ല് ചെയ്തത് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ വന്നപ്പോൾ കുറേ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടോ. ബാസ്ക്കറ്റിലുള്ളതൊക്കെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, സ്പെഷ്യലായിട്ട് ഞാൻ ഇവിടെ നിന്നത്തെ ചോളോ പൗഡറില്ലേ, പുട്ടുപൊടി, അതെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ പഞ്ചസാര, ഉഴുന്ന്, പരിപ്പ്, പയറ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടോ. അരി അരി എന്ന് പറഞ്ഞാൽ കടയത്തെ അരിയോട് അങ്ങനെ ആർക്കും ഇഷ്ടമില്ല, എല്ലാവർക്കും റേഷൻ അരിയാണ് ഇഷ്ടം. റേഷൻ അരിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ട് ഈ ഓണം സംബന്ധിച്ചിട്ടാണ് പോലും ഇങ്ങനെ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പയറും പരിപ്പുകൾ, അരി, അങ്ങനത്തെയൊക്കെ വേറൊരു സെക്ഷനാണ്. അപ്പോൾ ചെറുതാണ് കേട്ടോ, പക്ഷെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് അവിടെ. അപ്പം ഞാനവിടെ നിന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് കാട്ടിക്കുളം ടൗണാണ് കേട്ടോ. അപ്പം ഞാൻ മാനന്തവാടി, വയനാട്ടിൽ തോൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ. കാട്ടിക്കുളത്താണ് നമുക്ക് ടൗണൊക്കെ ഉള്ളത്. തോൽപ്പെട്ടി ഒരു ഗ്രാമം മാത്രമാണ് കേട്ടോ, ടൗണും കാര്യങ്ങളൊന്നുമില്ല. കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും എന്തും നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ബീഫും ചിക്കനും അങ്ങനെ എന്തും കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയി. പക്ഷേ ഇവിടെ ശരിക്കും നേരവണ്ണം ഒരു നല്ല പച്ചക്കറിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും വേറെ കടയിൽ പോകണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങി. അപ്പോൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കണം, ഞാനല്ല കൊണ്ടുപോകുന്നത്. ഭർത്താവ് വരും കേട്ടോ, ടൗണിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് വരും ഇതെടുത്തിട്ട് പോകാൻ വേണ്ടി. ബസ്സിലായതുകൊണ്ട് എനിക്ക് ബസ്സിൽ ഈ ഒരു ഉച്ച ടൈമിന് കയറുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് പോകാം. അപ്പോൾ ഈ ചേട്ടനെ കുറച്ച് പരിചയമുള്ളത് കാരണം ഞാൻ ഇവിടെ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങി കേട്ടോ. തക്കാളിക്ക് ഇപ്പോൾ 2 കിലോന് 30 രൂപയുള്ളൂ. പക്ഷേ കൂടുതൽ ദിവസം വെക്കാൻ പറ്റില്ല, നന്നായിട്ട് പഴുത്തുപോയി. പിന്നെ ഞാൻ പഴമൊക്കെ വാങ്ങി. പഴത്തിന് ഇപ്പോൾ 50 രൂപ പറഞ്ഞു kg. പിന്നെ ഞാൻ വാങ്ങിയ ഓണത്തിനേക്ക് ഇനി എല്ലാം മൊത്തം വില കൂടും പോലും. അടുത്ത ആഴ്ച മുതൽ ഇയാൾ പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ മൊത്തം വില കൂടുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചേട്ടാ ഈ പച്ചക്കറിയും കൂടെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ സൂചി കുത്താറുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ സാധനങ്ങൾ വീണ് പോകും, അത് പിടിക്കണം, അങ്ങനെ എന്നൊക്കെ ആയിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഒരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ വെയിലും ഇതൊക്കെ കാരണം ഞാൻ ഈ ചായ വാങ്ങിയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടെയാണ് കേട്ടോ, ഈ കൂൾ ബാറിലാണ് ഞാൻ കയറൽ. പക്ഷെ എപ്പോഴും അതെ, ഏത് കാര്യത്തിന് ടൗണിൽ പോയാലും കാട്ടിക്കുളം പോകുന്നെങ്കിൽ ഞാനിതിലേ കയറുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കടികൾ ഇന്ന് വളരെ കുറവ്. പപ്സ് ഉണ്ടായി കേട്ടോ. പിന്നെ ലൈം അധികം തണുപ്പൊന്നുമില്ല, കുഴപ്പമില്ല. ലൈം ആദ്യം ഇവിടുത്തെ ഒരു പിങ്ക് കളർ പോലത്തെയിരുന്നു കേട്ടോ, ഇപ്പോഴതില്ല. ഇപ്പം ഈ ഒരു ലൈമാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പപ്സും ഒരു ലൈമും കഴിച്ച് നേരെ പോയി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തെ വശമായിട്ട്, അതായത് ഇടത്തും വലത്തുമായിട്ട് കേട്ടോ. പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ ബാവലിക്കുള്ള ബസ് വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ബാവലിയിലേക്ക് ബസ് വന്നത് കാരണമാണ് ഈ സീറ്റൊക്കെ ഒഴിവായി കിടക്കുന്നത് കാണുന്നത്. ബാവലിയിലേക്ക് കുറേ ആൾക്കാരുണ്ടായി. അവർ ഇത്ര ആൾക്കാർ ബാവലിക്കുന്ന ആർക്കറിയാം. അങ്ങനെ ആ ബസ്സിൽ എല്ലാവരും കയറിപ്പോയി. ഞാൻ നേരെ തോൽപ്പെട്ടിക്കുള്ള ബസ്സിൽ കയറി കേട്ടോ. അതായത് കുട്ടം വഴിയല്ല ഞാൻ പോയിട്ടുള്ളത്. കുട്ടം വഴിയാകുമ്പോൾ KSRTC ഉണ്ടാവുള്ളൂ, പ്രൈവറ്റ് ബസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അപ്പപ്പാറ നമ്മളെ യൂട്യൂബർ സുഭാഷിൻ്റെ നാടാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു യൂട്യൂബർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കൂടി എനിക്ക് അദ്ദേഹത്തെ യാതൊരു പരിചയമില്ല. അപ്പോൾ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പരിചയമൊന്നുമില്ല, എനിക്ക് അവരെ കണ്ടിട്ടുണ്ട്. അവൻ്റെ മോളും എൻ്റെ മോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ, അത് കണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ പേഴ്സൻ്റെ ഒരു പരിചയമില്ല. അപ്പോൾ ആ മനുഷ്യനെ പരിചയപ്പെടണമെന്നുണ്ടായി. ഇത് വന്നിട്ട് അപ്പപ്പാറൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ അരണപ്പാറ എത്തി. നമ്മളെ മദ്രസയാണ് കേട്ടോ, നബിദിനത്തിൻ്റെ ഒരുക്കപ്പാടിലാണ്. അവിടെ ചെത്തുന്നൊക്കെ കണ്ടില്ലേ, അത് പള്ളീൻ്റെ ഭാഗമാണ്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങുന്ന സ്ഥലം കുറച്ച് ഇങ്ങോട്ട് ഈ വീടിൻ്റെ മുന്നിൽ ബസ് നിർത്തും, പക്ഷെ ബസ് ഇപ്പോൾ പോയത് കേട്ടോ. ആ പോകുന്ന ബസ്സിലാണ് ഞാൻ വന്നത്. അങ്ങനെ പിന്നെ ഇവിടെ ബസ് ഇറങ്ങി ഈ ഒരു